ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ണൂർ സ്പെഷ്യൽ കൽമാസിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? റെസിപ്പി കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവോള ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കൽമാസിന് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാവുന്നതാണ്. ചിക്കൻ വെച്ചിട്ടോ മുട്ട വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ മസാലയ്ക്ക് എന്റേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ റെസിപ്പിയാണ് കാണിക്കുന്നത്. സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം കൂടി നന്നായി ഒന്ന് വാടി വരണം. ക്യാപ്സിക്കം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ബിരിയാണി മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആക്കിയ ചെമ്മീൻ ഞാൻ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ചില്ലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കൽമാസിന്റെ മസാല റെഡി ആയിട്ടുണ്ട്. തേങ്ങയുടെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/4 ടീസ്പൂണിൽ കുറവ് നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് റൊട്ടിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം എത്ര വേണ്ടിയെന്ന് കുറേശ്ശെ ഒഴിച്ച് നോക്കി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഓരോ ഉരുള മാവായി എടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ച് തന്നെ പരത്തി കൊടുക്കുക. ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. എല്ലാ കൽമാസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിന്റെ തട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കൽമാസായിട്ട് വെച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കൽമാസ് എല്ലാം കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. മാരിനേഷൻ ഒരുപാട് തിക്കായിട്ട് ചെയ്തെടുക്കരുത്, കുറച്ച് ലൂസായിട്ട് തൊട്ട് ചെയ്തതിന് ശേഷം അതിൽ തിന്നായിട്ടൊരു കോട്ടിങ് കൊടുക്കാവൂ. പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. ഇനി നമ്മുടെ മസാലയിലേക്ക് ഓരോ കൽമസാല ഇട്ടിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മസാലയുടെ ഒക്കെ ഒരു പച്ചച്ചവ് എന്ന് മാറി വരാൻ മാത്രമേ പാടുള്ളൂ. കൽമാസ് ഒരുപാട് ഡ്രൈ ആയി പോരുത്. കൽമാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.